എത്ര ഇത് വണ്ടിയുണ്ട് സെക്കൻഡ് ടൈമാണ്. ശരിക്കും അമിതിന്റെ പേരിൽ എത്ര വണ്ടിയുണ്ട്? എൻ്റെ ഒറ്റ വാഹനമാണ്. അതായത് എൻ്റെ ലാൻഡ് ക്രൂയിസർ ഒരെണ്ണമാണ്. അത് ഞാൻ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ചെക്ക് ചെയ്തൊരു 5 വർഷമായിട്ട് ഞാൻ തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ. പിന്നെ അതിൻ്റെ പഴയ ഓണേഴ്സും മിക്കവരും ഒരു 5, 8, 10 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ പലരുടെയും പോസ്റ്റിലും കാര്യങ്ങളിലും ഈ വണ്ടിയുണ്ട്. പിന്നെ എൻ്റെ വാഹനം ഇന്നലെ മോട്ടോർ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് വന്നു. അവരുടെ പോർട്ടലിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഒതൻറ്റിസിറ്റിയും ഷാസി നമ്പറും എല്ലാം വെരിഫൈ ചെയ്ത് ഇന്നലെ തന്നെ. അപ്പോൾ അവരതിനെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കൊടുത്തു. ഇപ്പോൾ ഇന്നലെ എൻ്റെ വണ്ടി കൊണ്ടുപോയ സമയത്ത് ഇനി ഞാൻ സബ്മിറ്റ് ചെയ്ത ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒന്ന് വെരിഫൈ ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയാണ് കൊണ്ടുപോയത്. പക്ഷേ എൻ്റെ ഒറ്റ വാഹനമേ ഉള്ളൂ. പക്ഷേ എൻ്റെ കെയർ ഓഫിൽ ആ വർക്ക്ഷോപ്പിൽ വന്ന വാഹനങ്ങളുണ്ട്. ഇപ്പോൾ ഒരു 1, 2, 3, 4, 5, 6 വാഹനങ്ങളുണ്ട്. അതൊന്നും എൻ്റെ വാഹനങ്ങളല്ല. എൻ്റെ കെയർ ഓഫിലെ ഗറാജിൽ പണിയാൻ വന്നതാണ്. അപ്പോൾ അതാത് ഓണേഴ്സിനോട് അതിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും സാധനങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്യാനായിട്ട് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് 10 ദിവസം. അമിതിന്റെ അതിൽ ഒരൊറ്റ വണ്ടി 2 മാത്രമാണ് വാഹനത്തിന്റെ ഇതിന് ഇപ്പോൾ മുമ്പ് അവർ തന്നെ കൊണ്ടുപോയത്. അതിനിപ്പോ ഒറിജിനൽ രേഖകൾ കൊടുത്താൽ അത് തിരിച്ചു ഒറ്റ കിട്ടും. വണ്ടി മാത്രം. അതേ ഉള്ളൂ. ഒറ്റ വാഹനം. അമിതിന്റെ കെയർ ഓഫിൽ വന്നു എന്ന് പറയുമ്പോൾ അമിതിന്റെ അതെ, അതെ. സുഹൃത്തുക്കളുടെ അതിൽ വണ്ടികളാണ് ഓൾറെഡി പക്ഷേ എൻ്റെ പേഴ്സണലി ഉള്ള ഡയറക്റ്റ് സുഹൃത്തിന്റെയും അവരുടെ കെയർ ഓഫിലും വന്ന വാഹനങ്ങളാണ്. അമിതിന് അതിന്റെ 6 പേരെ അറിയാമല്ലോ മിക്ക വാഹനങ്ങളും അതിൽ മിക്ക വാഹനങ്ങളും ഇന്ത്യൻ ഷോറൂമിൽ അറിയാം. ഞാൻ ഇന്നലെ തന്നെ വിളിച്ച് അതിന്റെ ഡോക്യുമെന്റ്സ് പറഞ്ഞു. പക്ഷെ അതിൽ തന്നെ ഒരു 3 വാഹനം ഇവിടെ ഇന്ത്യൻ ഷോറൂമിൽ നിന്ന് എടുത്ത വാഹനമാണ്.